അച്ഛനെ ഒരു ചെറിയ പൊക്ക കൊടുത്ത് ആദരിക്കുന്നതിനായി സോളമനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സിൻഡ്രച്ചനെ പൊക്ക കൊടുത്ത് ആദരിക്കുന്നതിനായി അലോണയെ ക്ഷണിക്കുന്നു. ഇനി അച്ഛന്മാർക്ക് ചെറിയ ചെറിയ ആശംസകൾ അർപ്പിക്കാൻ 1-2 കുട്ടികൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മുടെ കുഞ്ഞുകുട്ടി 3ാം ക്ലാസ്സിലെ അലീവ മരിയ ആശംസ അർപ്പിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി അലീവയെ ക്ഷണിക്കുന്നു. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം പറയാൻ ഉറപ്പിച്ച കാര്യമെല്ലാം ടീച്ചർ പറഞ്ഞു. ഇനി പറയാൻ എനിക്കധികം വാക്കുകളൊന്നുമില്ല. എന്നിരുന്നാലും ഈ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ 2 വൈദികർക്കും നേരുന്നു. അച്ഛന്മാർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി PTA ഭാരവാഹികളെ ക്ഷണിക്കുന്നു. ചെറിയ സമ്മാനങ്ങൾ നൽകുന്നതിനായി ഷേഡ് ടീച്ചറിനെയും കാറ്റഗറി അധ്യാപകരെയും ക്ഷണിച്ചുകൊള്ളു. സന്തോഷത്തോടെ സംസാരിക്കുന്നതിനായി PTA പ്രതിനിധി
ആൻസി ജില്ലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിന്ധാച്ചൻ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ലോകത്തിലെ എല്ലാ നല്ല പ്രവർത്തികളും ഒന്നിച്ചെടുത്താലും വിശുദ്ധ കുർബാനയ്ക്കുള്ള വില അതിലില്ല. എന്തെന്നാൽ അത് മാനുഷികവും വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ കരവേലയുമാണ്. വിശുദ്ധ ജോൺ മരിയ വിഞ്ഞാഴിയുടെ വാക്കുകളെ പൂർണ്ണതയിൽ എത്തിക്കുന്ന രീതിയിലുള്ള ജീവിത രീതിയാണ് നമ്മുടെ രണ്ട് അച്ഛന്മാരുടേത്. ഇന്നേ ദിനം എല്ലാ വേദികളിലും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ശൈജനച്ചനെയും സിന്ധച്ചനെയും വിശുദ്ധ ബലിയിലൂടെ ഈ ദൈവജനത്തെ വിശ്വാസം പൂർണ്ണതയിലെത്തിക്കുന്നതിനും പൗരോഹിത്യ മേഖലയിൽ ക്രിസ്ത്യൻ ലീനിയേജറായി ജീവിക്കുന്നതിനും വിശുദ്ധ ജോൺ മരിയ വിഞ്ഞാഴിയുടെ ഈ സുദിനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അച്ഛന്മാർക്ക് വേണ്ടി ഒരു കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാർഡുകൾ നൽകുന്നതിനായി ക്രിസ്റ്റിയെ ക്ഷണിക്കുന്നു. അതുപോലെ കെയിനെ ക്ഷണിക്കുന്നു. ആൽവിൻ ജീസിനെ ക്ഷണിക്കുന്നു. അയ്യടിക്ക് ആശംസ അർപ്പിക്കുന്നു. ക്രിസ്തീയത അഥവാ ക്രിസ്ത്യാനിറ്റി ഒരു ആചാരമല്ല, അനുഷ്ഠാനവുമല്ല, അനുഭവങ്ങൾ നിറഞ്ഞ ഒരു ജീവിത ശൈലിയാണ്. ദൈവാശ്രയത്വവും ദൈവപരിപാലനയും ദൈവസ്നേഹവും പരസ്നേഹവും ഒക്കെ അറിഞ്ഞും അനുഭവിച്ചും അർപ്പിച്ചും മുന്നോട്ട് നീങ്ങാൻ ക്രിസ്തീയ ആത്മീയത നമ്മെ പരിശീലിക്കുന്നു. മാമോദീസ മുതൽ മരണാനന്തര ശുശ്രൂഷ വരെ ഒരു വിശ്വാസിയുടെ, ഒരു ക്രിസ്ത്യന്റെ ജീവിതത്തിൽ സുപ്രധാന സ്ഥാനം ഒരു വൈദികനുണ്ട്. നമ്മുടെ വികാരത്തിനും കൊച്ചനും ഉൾപ്പെടെ എല്ലാ വൈദികരും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ പൗരോഹിത്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. വൈദികരെ ആദരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ ദിവസം മാത്രം പോരാ, എന്നും നമുക്കതിന് കഴിയണം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ശൈലജനും സിൻഡോസിനും ഏറെ സ്നേഹത്തോടെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. നന്ദി. ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നതിനെ ചുമതല ക്ഷണിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുന്നു. സന്തോഷമാണ് ഇങ്ങനെ നിങ്ങളുടെ സ്നേഹവും ആശംസകളൊക്കെ സ്വീകരിക്കപ്പെടുവാൻ സന്തോഷമാണ്. അതിനേക്കാളും സന്തോഷമുള്ളത് കാര്യം എന്താണെന്നറിയാം, ഈ സെൻറ്റ് ജോസഫ് കുടുംബത്തിലെ രണ്ട് അംഗങ്ങളായിട്ട് എന്നെയും സെൻറ്റ് ജോസിനെയും നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഒരംഗം എന്നവണ്ണം പക്ഷെ ചേട്ടനോ അപ്പനോ അപ്പാപ്പനോ ആരും ആയിക്കോട്ടെ ഞങ്ങളെയൊക്കെ സ്വീകരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ, ചിലപ്പോൾ കുറിച്ച് വഴക്ക് പറഞ്ഞാൽ സ്നേഹിക്കാൻ ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന്, ആശംസകൾക്ക്, പ്രാർത്ഥനകൾക്ക് ഞങ്ങളെ മാത്രമല്ല, ഇവിടെ ഇരുന്ന് പോയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മാമോദീസ നൽകിയ, ആദ്യ കുർബാന സ്വീകരണം നൽകിയ, സ്ഥൈര്യലേപനം നൽകിയ ഒക്കെ ഒരുപാട് വൈദികരുണ്ട്. അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇവിടെയുള്ള വൈദ്യരുടെ ഏറ്റവും വലിയ കാര്യം. അത് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ചോദ്യ പറയാനുള്ളൂ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്ദി. പ്രത്യേകിച്ച് ഞാൻ ഈ ബോക്കെ കൈവിടാതെ വെച്ചത് ആ കൊച്ചിന് കൊടുക്കാൻ, കാരണം 1ാം ക്ലാസ്സിലെ കുട്ടി ജയിപ്പിച്ച് കളഞ്ഞു. ഇത്രയും മനോഹരമായിട്ട് പറഞ്ഞത് അച്ഛൻ ഞങ്ങൾക്ക് രണ്ടുപേരുടെ കൂടിയാണ് സ്നേഹം മോഡൽ. ഒരുപാട് ഷൈജനച്ച, പ്രിയപ്പെട്ട അധ്യാപകരെ, PT ഭാരവാഹികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം
പലപ്പോഴും എന്താ പറയുക, വിഷമങ്ങൾ ഉള്ളിൽ വരുമ്പോൾ വിഷമങ്ങളില്ലാത്ത മനുഷ്യൻ കാര്യമില്ല. എല്ലാവരുടെ ജീവിതത്തിൽ വിഷമങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയാം. ആരെങ്കിലും വന്നുകൊണ്ട് പറയും അച്ഛാ സുഖമാണെന്ന് പറയും. കാരണം അന്ന് ചോദിച്ച ചോദ്യം തിരിച്ച് ചോദിക്കും. അപ്പോൾ അത് ഏറ്റവും എന്താ പറയുക ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആരെങ്കിലൊക്കെ നമ്മളെ പരിഗണിക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം, ആരും തള്ളിക്കളയുന്നില്ല, പക്ഷെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം എപ്പോഴും അതാണ് എന്നും മുന്നോട്ട് നയിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ്. പിന്നെന്താ പറയുക, എത്രയേറെ ചീത്ത പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കറിയാം എൻ്റെ ഭാഗത്ത് ഞാൻ കുറവുള്ള മനുഷ്യൻ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തിരുത്തിയിട്ടുണ്ട്, നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ചിലരുള്ളിൽ അത് മുറിവായിട്ട് നടക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സോറി ചോദിക്കുകയാണ്. കാരണം അത് മുറിവുകളായിട്ട് ഒരിക്കലും കരുതരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. ആരുടെയും നാശത്തിന് വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് സന്തോഷത്തോടെ എടുക്കുക. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, അതുപോലെ ഇടയ്ക്ക് കാണിക്കുന്ന ഹായി പുഞ്ചിരിയൊക്കെ ഏറെ സന്തോഷം നൽകുന്നതാണ്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ ഭവനത്തിന് ഇടവകയിൽ ഒരു അംഗമായിട്ട് സ്വീകരിച്ചതിന് ഏറെ സ്നേഹത്തോട് നന്ദി പറയുകയും ഇനിയും വൈദ്യുതി സ്നേഹിക്കുന്ന നല്ല മക്കളായിട്ട് തീരാൻ സാധിക്കത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ട് പതിനൊന്നാം ക്ലാസ്സിലെ വീട്, അതുപോലെ 10ാം ക്ലാസ്സിലെ വീട്, ഒമ്പതിലെ വീട്, ഒരു നല്ല സമ്മാനം കൊടുക്കുന്ന നല്ല 7ാം ക്ലാസ്സിലെ വീട്, 6ാം ക്ലാസ്സിലെ വീട്, പെട്ടെന്ന് വായോ, 7ാം വായോ, 7ാം ക്ലാസ്സിലെ വീട് ആദ്യം 7. ഓക്കെ. 6ാം ക്ലാസ്സിലെ വീട് 6, 5, 4, 5ാം ക്ലാസ്സിലെ വീട്, 4ാം ക്ലാസ്സിലെ വീട് 4, 3. വാങ്ങിക്കോ, ഒരുമിച്ച് വാങ്ങിക്കോ, ഒരു ക്ലാസ് ആണെങ്കിൽ ഒരുമിച്ച് വാങ്ങിക്കോ. ഓക്കെ. 4, 3, 3ാം ക്ലാസ് 3, 2, 2ാം ക്ലാസ്സിലെ വീട്, 2ാം ക്ലാസ്സിലെ വീട്, 1ാം ക്ലാസ്സിലെ വീട്, 1ാം ക്ലാസ്സിലെ വീട്. ഓക്കെ. ഒരിക്കൽ കൂടി അച്ഛന്മാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിനായി സംഘടിപ്പിച്ച ഒരു വലിയൊരു സംഭവം, മുതൽക്കൂട്ടായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് സിസ്റ്റർ ഇപ്പോൾ ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞത്, നിശബ്ദമായിട്ട്. ഓക്കെ. ഇത് കഴിഞ്ഞ് ആന്റലീന ചേച്ചി വന്ന് നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ചരിത്രവും കുറച്ച് കാര്യങ്ങളും വായിക്കുന്നതായിരിക്കും. ശ്രദ്ധയോടെ കേൾക്കണം. ചോദ്യം ചോദിക്കുന്നത് അമ്മമാരാണ്. 10ാം ക്ലാസ്സിലെ 2 അമ്മമാരാണ് നിങ്ങളുടെ മുന്നിൽ ചോദ്യം ചോദിക്കുന്നത്. അതിനാൽ ജോൺ മരിയ വിയാനിക്ക് വൈദിക പട്ടം കൊടുക്കണമോ എന്ന ആശങ്ക കൂടി അധികാരികൾക്ക് ഉണ്ടായി. എങ്കിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി മൂലം അദ്ദേഹത്തിന് 1815 ആഗസ്റ്റ് 15 തിരുപ്പട്ടം നൽകപ്പെട്ടു. ജോൺ അച്ഛനെ ഒറ്റയ്ക്ക് ഒരു ഇടവക ഏൽപ്പിക്കാൻ അധികാരികൾക്ക് ധൈര്യം വന്നില്ല. അങ്ങനെ വിശുദ്ധനായ ഫാദർ വേലിയുടെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ജോൺ അച്ഛന് 6 ഇടവക ലഭിച്ചു. കുംഭസാരമോ കുർബാനയോ ഇല്ലാതെ മദ്യവും മയക്കുമരുന്നിനും അടിമപ്പെട്ട ജനങ്ങളാണ് ആർസിലുണ്ടായിരുന്നത്. വിയാനി അച്ഛൻ അവർക്ക് വേണ്ടി താമസ ജീവിതം നയിച്ചു. കിടക്കാൻ പരുക്കൻ കട്ടി, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, പച്ചവെള്ളം ഇതായിരുന്നു അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. 20 വർഷം കൊണ്ട് 20 ലക്ഷം പേർ ആർസിലെത്തി കുംഭസാരിച്ചു. 73 വർഷത്തെ വിശുദ്ധ ജീവിതത്തിന് ശേഷം 1859 ഓഗസ്റ്റ് 4 സ്വർഗീയ പൂന്തോട്ടത്തിലേക്ക് അദ്ദേഹം പറിച്ചു നടപ്പെട്ടു. 1925 ജോൺ മരിയ വിയാനിയെ പയസ് 11ാമൻ പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ദൈവഭക്തിയിൽ 1ാം സ്ഥാനക്കാരനായിരുന്ന അദ്ദേഹത്തെ വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായി സഭ ഉയർത്തി. ഒരിക്കൽ ജോൺ വിയാനി ജനങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇന്ന് 2 എഴുത്ത് ലഭിച്ചു. ഒന്ന് എന്നെ വാനോളം പുകഴ്ത്തിയിരുന്നു, മറ്റൊന്ന് എന്നെ അങ്ങേയറ്റം അപരപ്പെടുത്തി അഭിലഷണീയമായിട്ടുണ്ട്. ഇന്നത്തെ ലോകത്ത് ധാരാളം പ്രലോഭനങ്ങൾ ഓരോ നിമിഷവും നമ്മെ മാറിവരുന്നുണ്ട്. നാം ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിലും പാപത്തിന്റെ കറ മറഞ്ഞു
കൂട്ടിക്കൊണ്ടുവരാൻ കൂദാശകളുടെയും പ്രാർത്ഥനകളുടെയും ത്യാഗപ്രവൃത്തികളുടെയും സ്വന്തം ജീവിതം ദൈവത്തിനായി കാഴ്ചവെച്ച വിശുദ്ധനായ ജോൺ മരിയ വിയാനിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ